ഇപ്പോൾ മുണ്ടക്കൈ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ മുഹമ്മദ് അലി, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ, ഈ സ്കൂളിന് സമീപത്തുണ്ടായിരുന്ന ധാരാളം കെട്ടിടങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതൊന്നും അവിടെ അവശേഷിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് രാഘവൻ എന്നൊരാൾ പറയുകയായിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഞങ്ങള് രാവിലെ HM ഞാനും കൂടെ ബന്ധപ്പെട്ടിരുന്നു. മുണ്ടക്കൈ സ്കൂളിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. സ്കൂളിന്റെ ഒരു കെട്ടിടം പൂർണ്ണമായി തന്നെ നശിച്ചു എന്ന് പറയാം. നമ്മുടെ ഒരു പുഴയോരത്താണ് നമ്മുടെ സ്കൂള് നിലനിന്നിരുന്നത്. ഏതായിരുന്നാലും മുണ്ടക്കൈ എന്ന ഗ്രാമത്തിന്റെ നാടിമിടിപ്പായിരുന്നു സ്കൂള് എന്ന് മാത്രമല്ല, മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ ഇപ്പോ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അവിടെ നിന്ന് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ, ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങള് എന്റെ ബാപ്പയുടെ അനിയന്റെ കുടുംബം അത് മൊത്തമായി കാണാനില്ല. ഇന്നലെ മുതൽ ഈ 2 മണി മുതൽ ഫോൺ റിങ്ങുണ്ട്. പിന്നീട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല. അവര് ഈ തകർന്ന പാടിയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി എവിടെയെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടോ എന്നോ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മള്. ഈ സ്കൂളിന് സമീപത്തൊക്കെ ധാരാളം ആളുകൾ താമസിക്കുന്ന ഇടങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതെ, സ്കൂളിന്റെ സമീപത്തൂടെ ഒരു പാലമുണ്ട്. പാലത്തിന്റെ അക്കരെ ആളുകളുണ്ട്. അപ്പൊ മിനിയാന്ന് രാത്രി ഇങ്ങനെ ഒരു ചെറിയ വെള്ളം വന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകളെയൊക്കെ മാറ്റിയിരുന്നു. അവരൊക്കെ മാറ്റിയതല്ല, സ്വമേധയാ തന്നെ അവർ മാറി. ഏകദേശം സുരക്ഷിത കേന്ദ്രമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പ്രദേശങ്ങളിലേക്കാണ് എല്ലാവരും മാറി താമസിച്ചിരുന്നത്. ഇപ്പോ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അതായത് ഇങ്ങനെ പാടി ലയങ്ങളിലേക്കൊക്കെ എന്റെ ഓർമ്മയിലൊന്നും ഇങ്ങനെ വലിയ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കേട്ടിരുന്നില്ല. എന്നാലും മുണ്ടക്കൈ മട്ടം ഭാഗത്തൊക്കെ മുമ്പ് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു.